അവളില്ലേ ഇവിടെ? ദേവൂട്ടി ഉണ്ടല്ലോ. സ്കൂളിൽ പോകാൻ റെഡിയാവാണെന്ന് തോന്നുന്നു. ആ, അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ദേ, എന്റെ അമ്മായി അമ്മയുടെ താളത്തിനൊത്ത് അവളോട് തുള്ളാൻ നിക്കണ്ടെന്ന് പറഞ്ഞേക്ക്. ഇനി മേലിൽ അവൾ ഇവിടുന്ന് സർക്യൂട്ടിന് ഇറങ്ങാനോ സ്കൂളിൽ കയറാനോ പാടില്ല. സ്കൂളിൽ പോകാൻ അവളോട് റെഡിയാവാൻ പറഞ്ഞത് സുകുമാരി അമ്മയാ. എന്നാ ഈ ഞാൻ പറയുന്നു അവള് സ്കൂളിൽ പോകണ്ടാന്ന്. ഇനി എന്റെ വാക്ക് കേൾക്കാതെ സ്കൂളിൽ എങ്ങാനും കാല് കുത്തിയാലുണ്ടല്ലോ, ദേ അവളുടെ മുട്ടുകാലും ഞാൻ തല്ലി ഒടിക്കും. ഇപ്പൊ ആവതില്ലാത്തത് ഒരു കാലിനല്ലേ ഉള്ളൂ. ഇനി അവൾ എന്റെ വാക്ക് ധിക്കരിച്ച സ്കൂളിൽ കേറിയ പിന്നെ അവക്ക് ഇവിടെ ഇഴഞ്ഞു നടക്കേണ്ടി വരും. പാവത്തിനെ ദ്രോഹിച്ച് മതിയായില്ല നിങ്ങൾക്ക്? അവള് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ. അതെ, കൂടുതൽ തത്വജ്ഞാനൊന്നും എന്നോട് പറയണ്ട. ഒരു കാലത്തും അവളെ എന്റെ മരുമകളായിട്ട് ഞാൻ അംഗീകരിക്കുകയില്ല. പിന്നല്ലേ സ്കൂൾ മാനേജര്. ദേ, അതുകൊണ്ടേ അണിഞ്ഞൊരുങ്ങുന്ന അകത്തമ്മയോട് ചെന്ന് പറഞ്ഞേക്ക്, സ്കൂളിന് പോകാനാണ് ഈ വേഷം കെട്ടുന്നെങ്കിൽ അതങ്ങ് വേണ്ടെന്ന് വെച്ചേക്കാൻ. മേഡം നേരത്തെ ചെന്ന് അവിടെ ഹാജർ വെച്ചു. ഇനിയിപ്പോ മേഡം തിരിച്ചു പോയിട്ട് അവൾ വരുമ്പോ ഈ ചരട് വെച്ചൊരു പണിയുണ്ട്. അവളെ മൂക്കുകൊണ്ട് ഞാൻ തറ തൊടിക്കും. മേഡം സംസാരിച്ചിട്ട് പോട്ടെ, എന്നിട്ട് വേണം എനിക്ക് എന്റെ പണി തുടങ്ങാൻ. എവിടെ അവള്? അകത്തമ്മയെ നേരിട്ട് കണ്ട് 2 വാക്ക് പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ശകുന്തളെ, ശകുന്തളെ, സുഖല്ലേ നിനക്ക്? ഓ മൈ ഗോഡ്, നിങ്ങൾ അവരല്ലേ? എന്നെ 2 ദിവസം മുമ്പ് പട്ടാപ്പകൽ റോഡിൽ വെച്ച് വഴി തെറ്റിച്ചവര്. വഴി തെറ്റിച്ചെന്നോ? ഞാനോ? ശരിക്കും ഓർത്തു നോക്കിയേ, ഞാൻ ശകുന്തളയ്ക്ക് ശരിയായ വഴി കാണിച്ചു തരികയല്ലേ ചെയ്തേ? ശരിയാണല്ലോ. നമ്മള് കിഷ്കിന്ധാപുരിയും അയോധ്യയൊക്കെ കണ്ട് നേരെ ദുബായിലെത്തി അവിടുന്ന് ഒരു ഓട്ടോ വഴി എന്നെ കയറ്റിവിട്ട അമ്മച്ചിയല്ലേ? ആ, അത് തന്നെ. ഇപ്പൊ എന്താ ഈ കയ്യില് കയറുമായിട്ട്? അല്ല, അത് പിന്നെ എനിക്ക് മനസ്സിലായി. ആ മിണ്ടാപ്പെണ്ണിനെ തട്ടി വീഴ്ത്താനുള്ള പരിപാടിയാണല്ലേ? എക്സാക്ട്ലി. അല്ല, അമ്മച്ചിക്ക് എങ്ങനെ അത് കൃത്യമായിട്ട് മനസ്സിലായി? ഉണ്ണിയെ കണ്ടാൽ അറിയാലോ ഊരിലെ പഞ്ഞം. അതെ, ഇവിടുത്തെ മാഡം അവളെ കണ്ട് സംസാരിക്കാൻ നിൽക്കുക. മാഡം വീട്ടിലേക്ക് പോയ ഉടനെ ഞാൻ എന്റെ പണി തുടങ്ങും. എങ്ങനെ? ദാ ഈ മരമില്ലേ, അതിലെ ഈ കയറിന്റെ ഒരറ്റം കെട്ടാം. എന്നിട്ട് പാത്തും പതുങ്ങി ആ ജനലിന്റെ താഴെ ഇരിക്കാം. അവിടെ ഇരുന്നാ പുറത്തേക്ക് വരുന്ന ദേവൂട്ടി നിന്നെ കാണില്ലേ? പിന്നെ എന്ത് ചെയ്യും? ദാ ആ പ്ലാവില്ലേ, അതിലെ കയറിന്റെ ഒരറ്റം കെട്ടാം. എന്നിട്ട് ഈ മരമില്ലേ, അതിന്റെ ചോട്ടില് പാത്തിരിക്കാം. പുറത്തേക്ക് വരുന്ന ദേവൂട്ടി നിന്നെ കാണില്ല. വെരി നൈസ്.